ടീനേജ് കുട്ടികളെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അത് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് സാധാരണ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽപ്പെട്ട ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം ചേർത്ത് വെച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും ഇടിച്ചു താഴ്ത്താനോ തെറ്റെന്ന് തള്ളിക്കളയാനോ അല്ല. അവിടെ ഉണ്ടാകുന്ന കുട്ടികളുടെ മാനസിക അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ടീനേജ് സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അപ്പനും അമ്മയും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിർഭാഗ്യവശാൽ ചില കുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടാതെ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ചിലപ്പം കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരിക്കില്ല, കുട്ടിക്ക് ചിലപ്പോൾ ആരും കാണൂല. ചിലപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ രണ്ടാം വിവാഹത്തിലെ അമ്മയായിരിക്കും ജീവിച്ചിരിക്കുന്നത്. ആ രണ്ടാം അമ്മയെന്ന് പറയുമ്പം പലപ്പോഴും എല്ലാവർക്കും ഒരു പുച്ഛമാണ്. ഒന്നാം അമ്മയോട് അത്ര സാദൃശ്യം ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. രണ്ടാം അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല ചിന്തകളും മനസ്സിൽ വരും. രണ്ടാം അമ്മ കുട്ടിയെ നോക്കൂല എന്നുള്ള ചിന്ത വരും. ചിലർ നോക്കുമായിരിക്കും. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഈ രണ്ടാനമ്മ ഇഷ്ടമില്ലെങ്കിൽ അവരെപ്പോഴും ഈ കുട്ടി തെറ്റ് ചെയ്താൽ പോലും സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടാനമ്മയെ തള്ളി പറയും. ആ അമ്മയ്ക്ക് ഈ മോനോട് കൂടുതലായിട്ട് നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ടീനേജ് സമയത്ത് അവർക്ക് ഇവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ആ സമയത്ത് കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കൂട്ടുകാർ ചേർന്ന് ചിലപ്പോൾ ചില കുരുത്തക്കേടൊക്കെ ചെയ്യും. ആ കുരുത്തക്കേട് നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കുരുത്തക്കേട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിയമപാലകരുടെ മുന്നിൽ ചെന്ന് പെടും. അതുവരെയും അമ്മ മകനെ കാത്ത് പരിപാലിച്ചു കൊണ്ട് വരികയായിരുന്നു. സ്വന്തം അമ്മയല്ല, രണ്ടാനമ്മ. ആ അമ്മയ്ക്ക് ചിലപ്പം അവിടെ വെച്ച് അതുവരെ അമ്മ ചിലപ്പം വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുറ്റം കണ്ടപ്പോൾ അമ്മയ്ക്ക് വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ വഴക്ക് പറയും. അന്ന് മുതൽ ആദ്യമായിട്ടൊരമ്മ വഴക്ക് പറയുമ്പോൾ ഈ മോനത് വിഷമമാവും. ഈ മോൻ എന്ത് ചെയ്യും? മോൻ്റെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരോട് ചേരും, അവർ പറയുന്നത് കേൾക്കും. അവരാണെങ്കിലാണ് എന്താണ്, ഈ വ്യക്തിയെ ഇഷ്ടവുമില്ല. അപ്പോൾ അവർ മോൻ ചെയ്യുന്ന തെറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് മോന് കൂടുതൽ തെറ്റ് ചെയ്യാൻ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള സംസാരം വരും. അപ്പം എന്ത് പറ്റും? ഈ തെറ്റിലേക്ക് വഴി നിൽക്കുന്ന ആള് ആ തെറ്റ് ചെയ്യാൻ പ്രചോദിതമാകുന്ന വാക്കുകളിലേക്ക് വീഴുകയും കൂടുതൽ തെറ്റിൽ പോകാനുള്ള ആ ഒരു ജിജ്ഞാസ ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഇന്നലെ വരെ സ്നേഹിച്ച അമ്മ ശത്രുവായി മാറുകയും ചെയ്യും. മനസ്സിൽ ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സങ്കടങ്ങളൊക്കെ പുറത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കി അവസാനം സമൂഹത്തിൻ്റെ മുന്നിൽ അത് ഒരു വീഡിയോ രൂപത്തിലെടുത്തങ്ങ് ഇടും. അതാണ് ഇവിടെയും സംഭവിച്ചത്. നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരേ വീട്ടിൽ ഉള്ള ആൾക്കാർ നേരിട്ട് സംസാരിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുകയും അത് സമൂഹം ഏറ്റെടുക്കുകയും അത് വിവിധ തരത്തിൽ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രശ്നം വളരെ ഗുരുതരാവും. അങ്ങനെ ഒരവസ്ഥയിൽ ചിലപ്പോൾ സഹായിച്ച വ്യക്തികളും ഇതിനിടയിൽ ഉൾപ്പെടും. നിയമപാലകർ ചിലപ്പോൾ അവരോടും കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ളൊരു സംഭവം നമുക്കിവിടെ കേൾക്കാനും പറ്റും. സമൂഹത്തിൻ്റെ മുന്നിൽ സഹായിച്ചവരെയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ സംസാരിക്കേണ്ടി വന്ന ബിഷപ്പ് തിരുമേനിയുടെ ഏതാനും വാക്കുകൾ ഞാനൊരു ഇൻ്റർവ്യൂവിലൂടെ കണ്ടു. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആരെയും ഗുരുതരമായ കുറ്റങ്ങൾ പറയുന്നതോ ഒന്നുമല്ല. നിയമപാലകർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പറയേണ്ടി വന്ന ചില കാര്യങ്ങൾ, എന്നാൽ തെറ്റ് തിരുത്താൻ വളരെ ഉപകാരപ്പെട്ടതുമാണ്. അത് ഇതിനിടയിൽ കയറി വരുന്ന പലരും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് ചെലുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും അത് ഫോഴ്സ് ചെലുത്തേണ്ട ആവശ്യമില്ല. കുട്ടി ടീനേജാണ്. കുട്ടിയെ തിരുത്തി കൊണ്ടുവരികയാണ് ഈ ഫോഴ്സ് ചെലുത്തി കൊണ്ടുപോകുന്ന ആളുകൾ ചെയ്യേണ്ടത്. 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ്
ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടല്ലേ എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. അതായത് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് തിരുമേനി പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇഷ്യൂ എന്തോ ആകട്ടെ, പക്ഷെ ആ പയ്യൻ നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അവനെ നല്ല രീതിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അവനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ആരൊക്കെയാണ്? അവരാണ്. അവൻ്റെ ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും അവനെ ഇഷ്ടപ്പെട്ടവർ അങ്ങനെ കൊണ്ടുവരണം. മറ്റേ വ്യക്തിയെ, അവൻ്റെ അമ്മയെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് മാറ്റി വിടുകയല്ല വേണ്ടത്. അവനെ നേരായ വഴിയിൽ, മോനെ നമ്മൾ നല്ല രീതിയിൽ പോകണം, നമ്മൾ തെറ്റായ വഴിയിലൊക്കെ പോയാൽ നമുക്ക് ഭാവി ദോഷം ചെയ്യും, അത് വേണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ അവൻ നല്ലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അവൻ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിനിടയിലും ആൾക്കാർക്ക് ഇൻ്റർവ്യൂവിനാണ് ആവശ്യം. ഗുരുതരാവസ്ഥയിൽ തൻ്റെ അമ്മ കിടക്കുകയാണ്. ആ സമയം ആ അമ്മയ്ക്കൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മോന് പറഞ്ഞു കൊടുക്കുകയല്ല, പകരം അവിടെ അടുത്ത കൊച്ചിന് വേണ്ടി വടംവലി നടത്തുകയാണ്. ഇതല്ല വേണ്ടത്. ആ കൊച്ചിനിപ്പോൾ ആശ്വാസമാണ്. അവൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അവൾ എങ്ങനെയെങ്കിലും മരിച്ചു പോകും, ആ കൊച്ചിനെ ഇനി എടുക്കാം എന്ന് ഒരിക്കലും ആരും ചിന്തിക്കരുത്. കാരണം ഒരു സഹോദരനാണെങ്കിലും അവൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാണ്. അവനൊരു വിവാഹപ്രായം ആയിട്ടില്ലെങ്കിലും അതിലേക്ക് കടക്കാറായി നിൽക്കുന്ന പയ്യനാണ്. അവന് ചിലപ്പോൾ ഇവനെ നോക്കാൻ പറ്റിയില്ല എന്ന് വരും. വരുന്ന പെൺകുട്ടികൾ നിങ്ങൾ അനിയനെ എനിക്ക് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെന്ന് വരും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പനും അമ്മയാകുമ്പോൾ ഉടനെ പറയൂല. അപ്പം ഇപ്പോൾ അവൾ എന്തായാലും നഷ്ടപ്പെട്ടു പോകില്ല, അവൾ രക്ഷപ്പെട്ടു വരും. അവൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. ഈ സമയവും കൊല നടത്തി അവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. ബന്ധുക്കളായാലും അവൻ്റെ അപ്പൻ്റെ ആൾക്കാരായാലും ഈ സമയമെങ്കിലും അവൾക്കൊരാശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. ചുമ്മാ നടന്ന് ഇൻ്റർവ്യൂ എടുക്കുക, അവരവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഞാനീ പറയുമ്പോൾ ഓരോരുത്തരും ചോദിക്കും ഈ തള്ളയ്ക്ക് എന്തോ തന്നു. തള്ളക്ക് വേറൊന്നുമല്ല, ഇതിലൊരു ആദായവും ഇല്ല. ഈ സങ്കടം കാണുമ്പം പറഞ്ഞു പോണേണ്. വളരെ ഹൃദയ നടുക്കത്തോടെയുള്ള വേദനയാണ്. ഒരു പക്ഷേ അവൾ തെറ്റ് ചെയ്തെങ്കിലും പറഞ്ഞല്ലോ, പഴയ കാര്യം പറഞ്ഞ് എന്നെ ഇനി വേദനിപ്പിക്കരുത്. നമുക്ക് എത്രയോ രോഗികളുണ്ട്, അവർക്കൊരാശ്വാസം എന്നിലൂടെ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ സമയം അവൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവൾക്ക് റീലുകളൊക്കെ ചെയ്തേ പറ്റൂ. അവൾ ആശുപത്രി പോകുന്നതും വരുന്നതൊക്കെ അവൾ ഇടട്ടെ, അവളുടെ ഇഷ്ടമല്ലേ. മറ്റുള്ളവർക്ക് എന്ത് കുഴപ്പം? അവൾ ചെയ്യുന്ന കാര്യം അവൾ ചെയ്തോട്ട്. അവൾക്ക് എന്തെങ്കിലും കാശ് കിട്ടിട്ട് ബാക്കിയുള്ളവരെന്തിനും കിടന്ന് കഷ്ടപ്പെടുന്നത്? അവൾ മുന്നോട്ട് പോകട്ടെ. ബിഷപ്പ് തിരുമേനിയെ കുറ്റം പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഈ ടീനേജിലെ കുട്ടികൾ ചെയ്യുന്ന കുരുത്തക്കേടിന് കൂട്ടുനിന്ന് തെറ്റിലേക്ക് തന്നെ തള്ളിവിടണോ? തെറ്റ് തിരുത്തുന്നതല്ലേ ശരി? അതിന് ആർക്കാണ് പ്രശ്നം? ബിഷപ്പ് തിരുമേനി രാഹുൽ ദാസിനെ ഒരിടത്തും അവനെ ഉപദ്രവിച്ചിട്ടില്ല, നേരിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ വ്ളോഗർമാർ വന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ ക്രൂശിക്കാനാണ് തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിനോട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ക്രൂശീകരണമാണ് പലരും ചെയ്തത്. പലരും അദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അദ്ദേഹം ചെയ്ത എന്ത് തെറ്റിനെയാണ് നിങ്ങൾ മോശമായി കണ്ടത്? സഹായിച്ചതോ അതോ അവന് സപ്പോർട്ട് ചെയ്ത് അവനെ മോശം രീതിയിലേക്ക് തള്ളിവിടാത്തതാണോ? തെറ്റ് തിരുത്തി കൊടുക്കുന്നതാണോ? ഏതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടി അദ്ദേഹം വസ്തു എഴുതി വെച്ചു. 2 കുട്ടികൾക്കും കൂടി ഒരുമിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു കുട്ടി മൈനറാണ്. അപ്പം മൈനറായ കുട്ടി മേജർ ആകുമ്പോഴേ ആ കുട്ടിയുടെ പേരിലേക്ക് വസ്തു പോവുകയുള്ളൂ. അതുവരെയും ബിഷപ്പ് തന്നെയായിരിക്കും അതിൻ്റെ ഓണർ. അത് ഇവർ ഉണ്ടാക്കി വെച്ചതല്ല, അത് നിയമമാണ്. അത് അംഗീകരിക്കാനേ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ സഹായിച്ച ആ സഹായിക്കുന്ന കയ്യിൽ തന്നെ കൊത്തണം. അതും അവരുടെ ആൾക്കാരല്ല, ചുറ്റും നിൽക്കുന്നവർ. എന്തിനാ ഇതൊക്കെ? സഹായിക്കുന്നവരെ ദ്രോഹിക്കണോ? ഈ പറയുന്ന ബിഷപ്പ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം അറിയാത്തതും കേൾക്കാത്തതും പറ്റുമായ കാര്യങ്ങൾ പറഞ്ഞ്
അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബിലൂടെ പരത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ശരിയല്ല ഇത്.